അപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാകാനും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ വളരാനും നമുക്ക് വീട്ടിൽ തന്നെ ഒരു വളം എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് ഉള്ളിത്തോലാണ്, നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ട് വേസ്റ്റായിട്ട് വരുന്ന ഉള്ളിത്തോലുണ്ടല്ലോ, ഇത് നമുക്കൊരു പഴയ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എത്രത്തോളം കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല, ഉള്ളത് മുഴുവൻ നമുക്കിതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്കിതിലേക്ക് നമ്മൾ അരി കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ അരി കഴുകിയ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു 24 മണിക്കൂർ ഇതൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇന്ന് അരി കഴുകിയ വെള്ളത്തിലേക്ക് നമുക്ക് ഉള്ളിത്തോലുണ്ടെങ്കിൽ അതിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്കിതെടുക്കണം. നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല ഫാസ്റ്റായിട്ട്, അത് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ചെടികൾ നല്ല പുഷ്ടിയോടെ വളരുവാനായിട്ട് ഈ ഒരു വളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും നമ്മൾ എത്രത്തോളമാണ് അരി കഴുകി വെള്ളം ഒഴിച്ചിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചെടികളുടെ മൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഏകദേശ ചെടികൾക്ക് ഞാൻ ഈ ഒരു വളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പച്ചക്കറികൾക്കും എല്ലാത്തിനും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം വീതം നമുക്കിത് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സൂപ്പർ ഒരു വളമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.